ഈ ഫുട്ബോൾ 2024 കഴിഞ്ഞ വീക്കിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിൻ്റെ അർജൻറ്റീന പാക്കാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു പ്രത്യേക സ്പെഷ്യൽ പാക്കാണ്. കാരണം സാധാരണ ഒരു എപ്പിക് കാർഡ്, അതായത് ഏറ്റവും ഉയർന്ന കാർഡായ എപ്പിക് കാർഡ് പ്ലെയറെ ലഭിക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി കോയിൻ സ്പിൻ ചെയ്യേണ്ടി വരാറുണ്ട്. അതും ലെക്ക് അനുസരിച്ചാണ് കിട്ടുക, നമുക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഇത്തവണ 1500 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു എപ്പിക് കാർഡ്, അതും ലയണൽ മെസ്സിയെ തന്നെ, 105 പവറുള്ള ലയണൽ മെസ്സിയെ തന്നെ നമുക്ക് ലഭിക്കും. ഈ പാക്കിൽ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയി കാണുന്ന ഒന്നാണ് ലയണൽ സ്കോളനി എന്ന മാനേജർ. സാധാരണ ഒരു മാനേജർ ഏതെങ്കിലും ഒരു പ്ലേ സ്റ്റൈലിലായിരിക്കും, ഒന്നെങ്കിൽ പൊസഷൻ ഗെയിം അല്ലെങ്കിൽ ക്വിക്ക് കൗണ്ടർ, ലോങ് ബോൾ കൗണ്ടർ, ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് കളിപ്പിക്കാൻ സാധിക്കുക. പക്ഷേ ലയണൽ സ്കോളനി ഉപയോഗിച്ച് നമുക്ക് പൊസഷൻ ഗെയിമും ക്വിക്ക് കൗണ്ടറും ഒരുപോലെ കളിപ്പിക്കാൻ സാധിക്കും. ഫസ്റ്റ് ഹാഫ് നമുക്ക് പൊസഷൻ ഗെയിം കളിച്ച് മുന്നേറുകയാണ്, സെക്കൻഡ് ഹാഫിൽ ഒരു ക്വിക്ക് കൗണ്ടർ നേടി ഒരു അറ്റാക്കിംഗ് ഫോർമേഷൻ ഇടണമെന്ന് തോന്നിയാൽ ഈ മാനേജർ ഉപയോഗിച്ച് അത് സാധിക്കും. അതുകൊണ്ട് തന്നെ പൊസഷൻ ഗെയിം കളിക്കണമെന്ന് തോന്നുന്നവർക്കും ഇടയ്ക്ക് വെച്ച് ക്വിക്ക് കൗണ്ടറിലേക്ക് മാറണമെന്ന് തോന്നുന്നവർക്കും സ്കോളനി നല്ലൊരു ഓപ്ഷനാണ്. ഈ 1500 കോയിൻ കൊണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പാക്കിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് വരുന്നത് ഫ്രാൻസിൻ്റെ പാക്കാണ്. ദിദിയർ ദെഷാംസ് ലോങ് ബോൾ കൗണ്ടർ കളിക്കുന്നവർക്ക് നല്ലൊരു മാനേജറാണ്. അതുപോലെ തന്നെ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഗ്രീസ്മാൻ ആണെങ്കിൽ ഹോൾ പ്ലെയറാണ്. വളരെ നല്ലൊരു പെർഫോമൻസ് ഉള്ള ഹോൾ പ്ലെയർ എപ്പിക് കാർഡാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു 1500 കോയിനും കൂടി ചിലവാക്കിയാൽ ഈ കാർഡും ഈ പാക്കേജും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ എല്ലാ പാക്കുകളും 73 ദിവസം കൂടിയുണ്ട്. കോയിനില്ലാത്തവർക്ക് അത് മറ്റ് ഗെയിമുകൾ കളിച്ച് കോയിൻ നേടി 73 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പാക്ക് എക്സ്പയർ ആവുന്നതിന് മുമ്പ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അർജൻറ്റീന പാക്ക് ഒന്ന് സ്പിൻ ചെയ്യാം. 5315 കോയിനാണ് ഇപ്പോൾ ഈ അക്കൗണ്ടിലുള്ളത്. അർജൻറ്റീന പാക്ക് 1500 കോയിൻ കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് പർച്ചേസ് ചെയ്ത പ്ലേയേഴ്സിൻ്റെ മാനേജറെ നമ്മുടെ സ്ക്വാഡ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ലയണൽ മെസ്സിയാണ് ഞാൻ സ്ക്വാഡ് ലിസ്റ്റിലേക്ക് ഇടുന്നത്. മറ്റ് പൊസിഷനിലെല്ലാം അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ടും ആദ്യം തന്നെ മാനേജറെ ചൂസ് ചെയ്യുകയാണ്. ലയണൽ സ്കോളനിയെ ചൂസ് ചെയ്യുന്നു. മാനേജർ ചേഞ്ച് ടു ലയണൽ സ്കോളനി. അടുത്തതായി മെസ്സിയെ നമുക്ക് AMF പൊസിഷനിലേക്ക് ഇടാം. നമുക്ക് ഓൾറെഡി ഒരു മെസ്സി ഉള്ളതുകൊണ്ട് ആ മെസ്സിയെ തന്നെ റീപ്ലേസ് ചെയ്യണം. ഇനി നമുക്ക് മെസ്സിയെ ട്രെയിൻ ചെയ്യാം. ലെവൽ ട്രെയിനിങ് വഴി ട്രെയിനിങ് നടത്തുകയാണ്. അത് കഴിഞ്ഞ് പ്ലെയർ പ്രോഗ്രഷനുകൾ ഓട്ടോ അലോക്കേറ്റ് കൊടുത്ത് അതാ മെസ്സിയുടെ പവർ ഇപ്പോൾ 105 ആയിരിക്കുകയാണ്. ഇനി നമുക്ക് CF പൊസിഷനിലോ റൈറ്റ് വിങ് ഫോർവേഡിലോ AMFലോ ഇട്ടാലും 105 പവറുള്ള എപ്പിക് കാർഡ് മെസ്സി ലഭിക്കുന്നതാണ്.